പരമേശ്വരൻ പിള്ള വിൽപ്പത്രം തിരുത്തിച്ചത്? ഇല്ല, ചായ കുടിച്ചില്ല. വെയിറ്റ് ചെയ്യണം, ഞാൻ കോടതിയിലാണ്. മിസ്റ്റർ, കോടതിയിൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അല്ല, അതിപ്പോ ഒരു അത്യാവശ്യ കോടതി ഉച്ച പിരിയുന്നവരെ അവിടെ തന്നെ വന്നോ. പോയിട്ടൊരു ആവശ്യം ഉണ്ടായിരുന്നേ. ഇവിടെ എന്താ CPക്ക് ഒരു അബദ്ധം പറ്റിയതാ. ജഡ്ജി അതങ്ങ് മാപ്പാക്കിക്കളാ. നിങ്ങളാരാ? ഞമ്മള് CPന്റെ ചങ്ങായി അവോക്കൽ. അത് ശരി, മൊബൈലുമായി കൂട്ടത്തോടെ ഇറങ്ങിയിരിക്കുക. താനും നിൽക്കും ഉച്ചവരെ. അങ്ങോട്ട് മാറിക്കോ. ഈ കേസ് അടുത്ത മാസം 25-ാം തീയതിയിലേക്ക് നീട്ടി വെച്ചിരിക്കുന്നു. എന്താ തന്റെ അച്ഛന് കുഴപ്പം? അച്ഛനാൽ ഷിമേഴ്സ 5 കൊല്ലായി. വണ്ടിക്കറി ഇവിടെ വരുന്നവരെ കുഴപ്പമൊന്നുമായിട്ട് എനിക്ക് തോന്നിയില്ലേ? ഇവിടെ എത്ര ദൂരം അങ്ങേര് നല്ല ഉറക്കമായിരുന്നു, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. അതെ, ഇയാളെ കെട്ടിയെടുത്തോണ്ട് വന്ന വകയിൽ ഒരു 10,000 ചെലവായിട്ടുണ്ട്. വക്കീൽ ഫീസ് ഇതും കൂടെ ചേർത്ത് ഒരു കണക്ക് ഞാൻ അങ്ങോട്ട് തരും. CPയോട് എന്ന് പറഞ്ഞേക്ക്. ഇപ്പൊ പഴയ വക്കീലിനെ കണ്ടിട്ടില്ലേ? നമുക്ക് അയാളുടെ വീട്ടിൽ പോയാൽ വിൽപ്പത്രവും തെരഞ്ഞാലോ. ഇനി എന്തിനാടോ തെരയുന്നേ? അയാളെല്ലാം മറന്നുപോയില്ലേ? ദൈവം എന്റെ കൂടെയാടോ. മാറാ മണ്ടം വക്കീലേ. വണ്ടി എടുക്കടാ, തീരുമണ്ട. അതെന്തായാലും ഞങ്ങൾ തൽക്കാലം ഈ ഒരു പോരെ. തല്ലേതിന്റെ കാരണം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോവാറുണ്ട്. ഫോട്ടോയും ഫ്ലക്സിന്റെ അളവും കൂടെ അങ്ങോട്ട് കൊടുത്തേക്കാന്ന് പറഞ്ഞല്ലേ. ഈ പുരാവസ്തുവിനെ കൊണ്ട് ഇങ്ങോട്ട് വന്നേ ഞാൻ നിന്നെ തല്ലിയത്. നേരങ്ങളേത് പോ. ഒപ്പ് ഫ്ലക്സ് അതെന്തായാലും ഞങ്ങൾ വയ്ക്കും. CP തീരുമാനിച്ചതാ. ഇയാൾ പോകാൻ നോക്ക്. ശരി. പൊട്ടാൻ തയ്യാറായിട്ടാണല്ലോ നിന്റെ നിപ്പും. പറ്റിയ ഒരു പേരും. CPയുടെ വിളി കേട്ടപ്പോ കയ്യെന്ന് വീണു പോയതാ ജാനുമ്മേ. എന്തൊരു ഗംഭീര ശബ്ദത്തില്. എങ്ങനാ അല്ല, CPയുടെ വിളി കേട്ടപ്പോ കുഞ്ഞനെ കാണുമ്പോ പശു ചാണകം ഇടാൻ പോണത് പോലുള്ള നിന്റെ നിപ്പുണ്ടല്ലോ, അത് വേണ്ട. ഇതാരാ ഇത് പൊട്ടിച്ചത്? അതെ, സ്വതന്ത്രേട്ടാ. ഞാൻ സ്വതന്ത്രേട്ടൻ. നിന്നോട് അങ്ങനെ വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് പൊടി ഇത് ഞാൻ പറഞ്ഞോളാം. ഈ ഫോട്ടോ നിലത്തിട്ട് പൊട്ടിച്ചാരാന്നാ ഞാൻ ചോദിച്ചത്. ഇതും പൊട്ടിയോ? നന്നായി. എനിക്കറിയാം, ഇത് ചെയ്തത് നിങ്ങൾ തന്നെയാ. ഒരു സാധനം ഈ വീട്ടിൽ വെക്കാൻ പറ്റാതായിട്ടുണ്ട്. നീലമുണ്ടേട്ടാ, ചായ. ഇയാൾ ചത്ത. എല്ലാത്തിനും ഒരു മാറ്റം വേണം. അത് തന്നെ. നിങ്ങളെ കണ്ടാല് ഒരു ബുദ്ധിമാനാണെന്ന് പറയണം. ഞാൻ പറഞ്ഞുതരാം. നടപ്പിലും ഇരിപ്പിലും ചിരിപ്പിലും ഒക്കെ എന്തിനെങ്കിലും ഒരു വ്യത്യാസം വേണം. അതുകൊണ്ട് ഞാൻ കുറെ ഡിഗ്രികൾ അങ്ങോട്ട് വാരിത്തരും. ആര് ചോദിച്ചാലും ഉണ്ടെന്ന് പറഞ്ഞോണം. പിന്നെ മൂപ്പില എങ്ങനെ മരിച്ചെന്ന് പറഞ്ഞേ? സുഖമില്ലാണ്ട് പ്രായമായി. അയ്യേ, അതൊന്നും ശരിയാവൂല. കൊതുകൾ കുത്തി ഡെങ്കിപ്പനി വന്നും ആട്രോഷടി ചത്താലൊന്നും ഒരു വിലയില്ല. ചുരുങ്ങിയത് ഒരു വെടിയെങ്കിലും കൊണ്ട് മരിക്കണം. ഈ വെടി എന്ന് പറയുമ്പോ ഇന്ത്യക്കാരന്റെ വെടി പോരാ, ബ്രിട്ടീഷുകാരന്റെ വെടിയാ പറയുന്നത്. ഉള്ളത് തന്നെ. അപ്പൊ കാര്യങ്ങളൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു 5,000 രൂപ ഇട്ടാണ്. പ്രിയമുള്ളവരെ, മണ്ണും കാടും മാത്രമല്ല പൗരാവകാശങ്ങളും വിദ്യാഭ്യാസവും എക്കാലവും നിഷേധിക്കപ്പെട്ടവരാണ് ഈ മണ്ണിന്റെ മക്കൾ. ചിന്നന്റെ കൊലപാതകവും അതിന്റെ തുടർച്ച തന്നെയാണ്. മെഡിക്കൽ കോളേജിലെ റാഗിങ്ങും ചിന്നന്റെ മരണവും ഒറ്റപ്പെട്ട സംഭവമായി. കോൺസ്റ്റബിൾ ഹമീദിന്റെ തിരോധാനം CBI അന്വേഷിക്കുക. എന്റെ മക്കളുടെ ഉപ്പ എവിടെ? വിളിക്കും മക്കളെ. പ്രത്യേകിച്ചും പ്രതികളെന്ന് സംശയിക്കുന്നവർ ഭരണവർഗത്തിലെ ഉന്നതരുടെ മക്കളാകും. ഈ സമരത്തിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് സോമൻ തമ്പിയുടെ ഫ്ലക്സ് ഇല്ലാത്ത ഒറ്റ സ്ഥലമില്ല. നമുക്ക് ഒപ്പത്തിന് നിൽക്കണ്ടേ? പഴയ വല്ല ഫോട്ടോ എടുത്തോണ്ടോ? തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴേ രാത്രി ഉണ്ണാൻ എല്ലാരും കാണുമോ? അതിലിപ്പോ എന്താ ചോദിക്കാനുള്ളത്? പതിവുള്ള കാര്യല്ലേ. അല്ല, ഏതായാലും പടം പത്രത്തിൽ വരാൻ പോകുമല്ലോ. സോമൻ തമ്പിക്ക് വിഷമം തട്ടുന്ന കാര്യമായതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. കുറച്ച് പുഴമീൻ വാങ്ങിച്ചോ, 2 കിലോ പോത്തും, പിന്നെ ഒരു ഇത്തിരി പലോഞ്ഞനും വേണം. മറക്കണ്ട, ഒക്കെ ഇതിലുണ്ട്. അല്ല, എന്താ കാശല്ലേ ഇന്നലെ കുഞ്ഞുണ്ണി മൂപ്പര് തന്നത് ഈ മാസത്തെ ചെലവിനുള്ളത്? എന്തോന്നാ ഒരു വശപ്പശക്. അല്ല, റിസീവർ ഒന്നും ഒപ്പിടാത്തോണ്ട് ചെലവ് കാശ് 2 ദിവസം കഴിഞ്ഞു തരാമെന്നാ കുഞ്ഞുണ്ണി മൂപ്പര് പറഞ്ഞത്. അല്ലേ ഉണ്ടാണി? ഇല്ല, ഞാൻ പോയി. പറമ്പിൽ തെങ്ങേറ്റം നടക്കുക. അതിന്റെ ഇടയിൽ സതീശനെയും കൊണ്ട് ഇങ്ങ് പോകുന്നു. ഇവനാണെങ്കിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടെന്നും പറഞ്ഞു. പിന്നെ ഇന്നലെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 25,000 രൂപ കണക്കൊന്ന് ഒപ്പിട്ട് തരണം. റിസീവറെ കാണിക്കാനുള്ള. അത് ശരി. അപ്പൊ കാശ് മേടിച്ചില്ലെന്ന് എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ? അയ്യോ, 25,000 എന്ന് പറഞ്ഞാൽ ഒരു 3-4 മാസത്തെ ചെലവിനുള്ള കാശായല്ലോ ഈശ്വരാ. ഇതെന്തിനു മേടിച്ചതാ? കഥയൊക്കെ ഇവിടെ ചോദിച്ചാൽ മതി. എന്തായാലും ആ കാശ് പോയി. എങ്ങോട്ട് പോയി? പോയി. ഇനി 3 മാസം ഉള്ളതുകൊണ്ട് കഴിയാ. ചെലവ് കാശില്ല. മനസ്സിലായി. അപ്പൊ ഇനി കുറച്ച് നാളത്തേക്ക് കഞ്ഞിയും ചമ്മന്തി അല്ലേ? ആണല്ലോ. ഓ, ഇട്ടുമൂടാനുള്ള മുതലുണ്ട്. എന്നാലും അകത്തോട്ട് വല്ലതും ചെല്ലണമെങ്കിൽ സർക്കാർ കാര്യക്കാരൻ വന്ന് വല്ലതും നക്കാപ്പിച്ചാ തരണം. എനക്ക് സമരം എന്തോന്നറിയാം അവിടെ ചേർക്കാൻ. പോലീസുകാരുടെ തല്ലെന്താണെന്നറിയോ? സമരം ചെയ്ത് തല്ലുകൊണ്ട് മരിച്ച എന്റെ സഖാവിനെ നീ മറന്നു വേണം ഇല്ലേനാ?
വികസനം വരെ കിടപ്പാടോ സഹാവ് കിടക്കുന്ന മണ്ണും ഇടിച്ചു നിരത്തിയപ്പം മുദ്രാവാക്യം വിളിക്കാൻ നിനക്ക് നിന്റെ കൂടെയുള്ള കുട്ടി സഹാക്കൾക്കും എന്തൊരു ആവേശമായിരുന്നു. ഇപ്പൊ ഒരുത്തനും കാണുന്നില്ലല്ലോ വഴിക്ക്. അല്ല സഖാവേ, ഒരുപാട് ജനകീയ പ്രശ്നങ്ങളുടെ ഇടയിൽ ഏത് ജനങ്ങളുടെ പ്രശ്നമാണ് പറ? ഞാനും എന്നെ പോലുള്ള പാവങ്ങളും അല്ലാതെ ഏത് ജനങ്ങളുടെ പ്രശ്നമാണ് നീ കോടി നടന്ന് നേരെയാക്കുന്നത്? സഖാവ് തൽക്കാലം ചെല്ലും. ഇത് ഏത് മുതലാളിയുടെ കാശാ? എന്റെ പട്ടിക്ക് വേണം നിന്റെ ഈ കാശ്. വിശക്കുമ്പോ ഞാനിരുന്ന് തെണ്ടുന്നുണ്ട്. നീ കൊണ്ടുവന്നിരുന്ന സെക്രട്ടേറിയറ്റിന്റെ നടല് അത് മതി എനിക്ക്. പാർട്ടിന്ന് പുറത്താലേ? എന്നെ ഞങ്ങളുടെ പാർട്ടി പുറത്താക്കിയതാ. ഇനിയിപ്പോ പി നോക്കി നിന്നിട്ട് കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3-ാം മുന്നണി ഉണ്ടാക്കിയാലോ? യുവമാർക്കൊന്നും വേറെ പണി. തട്ടുമ്പുറത്ത് കിടന്ന കിണ്ടി ഓട്ടൂരിലേക്ക് തൂക്കി വെച്ചാൽ ഇങ്ങോട്ട് കെട്ടിയിരുന്നു. അല്ല, നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു? ദിവസേന പത്രത്തിൽ ഇവളുടെ പടം കാണിക്കാം. മാർക്കണ്ടേനെയും കാണാൻ അയാൾ ചത്ത. CP, നമ്മൾ സമരം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള. ഞാനും കണ്ടതാ നാട് വിളിക്കാൻ പുലത്തല്ലേ. അങ്ങോട്ട് നോക്കിയേ, എപ്പോൾ തുടങ്ങിയതാ വീഡിയോ പിടുത്തം. നമ്മളിവിടെ വന്നിട്ട് ഇത്രയും ദിവസമായി. ഏതെങ്കിലും ഒരുത്തരും കൂടെ തിരിഞ്ഞു നോക്കിയോ? അതിൽ ആ നാടാർ കുറെ കാശ് കൊണ്ടുപോയി മിച്ചം. അല്ല നീ പറ. എന്റെ CP, ഈ പ്രതിമാസമരം എന്ന് പറയുന്നത് എന്താ? എന്റെ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പ്രതിമയായത്. നീയൊക്കെ എന്നെ ജീവിച്ചിരിക്കും വേണ്ടി പ്രതിമയാക്കി. ഇനിപ്പച്ചി പോയിക്കോളി. ഇപ്പൊ പോയ നാട്ടിലേക്ക് വണ്ടി ഇട്ടു. മെച്ചിനോട് പറഞ്ഞേക്ക് ഹമീദ് ഖാന്റെ വിവരം കിട്ടാണ്ട് ഞാനും മക്കളും നാട്ടിലേക്കില്ലാന്ന്. വെച്ചിട്ട് ഒരാഴ്ച തെയ്യാത്ത പൈതലാണ് എന്റെ കയ്യില്. മൂത്തൈറ്റിങ്ങൾ രണ്ടെണ്ണം വേറി. ഈ കുട്ടികളെങ്ങനെ ഇടങ്ങേറാക്കരുത്. നിങ്ങൾക്കൊക്കെ ഇവളോടൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? ചുപ്പാ മക്കൾ ലേശം കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിക്കട്ടെ. നിങ്ങൾ വേഗം ചെല്ലി. ഒരേ ഉള്ളവരൊക്കെ ഇപ്പൊ കാത്തൊക്കെ ഉണ്ടാവും. കാർന്നൊരു സമാധാനമായിട്ട് പോയാട്ടെ. ഇവിടെ ഞങ്ങളൊക്കെ ഇല്ല തൽക്കാലം. പോയിട്ട് പോ മക്കളെ. നീ ഇങ്ങോട്ട് കയറിയിരുന്ന കുഞ്ഞിന് ഇത്തിരി പാല് കൊടുത്തേ. എന്തുവാടാ നോക്കിയോണ്ടിരിക്കുന്നേ? അങ്ങോട്ട് വരുന്നേ. കൊച്ചിന് പാല് കൊടുക്കുന്ന ഞാനിപ്പോ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണ്. എന്താ പ്രശ്നം? അങ്ങോട്ട് പറയുന്നേ. മാഡം, എന്നായിരുന്നു പ്രസവം? ഈ കുഞ്ഞിനെ കൊണ്ട് സമരം തുടരാനാണോ തീരുമാനം? പിന്നല്ലാണ്ട്. അല്ലെങ്കിൽ പിന്നെ എന്റെ പുരയിലേക്ക് പോയാൽ പോരേഞ്ഞു. ശക്തായിട്ട് ഇനിയും തുടരും. അങ്ങോട്ട് മാറി. പറഞ്ഞില്ല ചേട്ടാ, മാറി. ചേട്ടനോടല്ലേ പറഞ്ഞു മാറാൻ. എന്നോട് മാറി നിൽക്കാൻ പറയാം. നീ ആരാ? എനിക്കിപ്പോ സൗകര്യം ഇന്ത്യൻ പ്രസിഡന്റ് ഒന്നുമല്ല. ഒരു മൈക്കിംഗ് ക്യാമറ കിട്ടി കഴിഞ്ഞാൽ ലോകം മുഴുവൻ കാൽച്ചോട്ടിലാന്ന് അവന്റെ വിചാരം. മിസ്റ്റർ മര്യാദ സംസാരിക്കണം. എന്നെ മര്യാദ പഠിപ്പിക്കാൻ നീ ആരാ? ഓ, നിനക്കൊന്നും എന്നെ അറിയില്ല. ആവശ്യമില്ലാത്തതൊക്കെ വലിഞ്ഞൊരു പെറ്റോപ്പെടുത്തുന്ന അന്വേഷിക്കാനല്ലേ നിനക്കൊക്കെ നേരമുള്ളൂ. ഒരു ചാനലുകാർ. ഞാനും നടത്തുന്ന സമരം തന്നെ. എന്റെ മോഹൻ ടി വി കാണിച്ച കൂടുതൽ. നീയൊക്കെ വരൂടാ ഒരു ദിവസം. അന്ന് നിന്റെയൊക്കെ മുമ്പിൽ ഒന്ന് പല്ലിടിച്ച് കാണിക്കാനേ എന്റെ പട്ടി വരും. ചാനലുകാരന്മാരെ ഇറങ്ങിയേക്കുന്നു. എന്റെ CP ഒന്ന് ഇരിക്കും. ഇത് കോക്കറങ്കരല്ല, തിരുവനന്തപുരം. വെറുതെ വായിട്ട് കളിച്ച കുഴപ്പം നമുക്ക് തന്നെ. ഇന്നത്തോടെ ഞാൻ എല്ലാം നിർത്താൻ പോകും. വിശന്നിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രയോജനം വേണ്ടേ? അങ്ങനെ പറയല്ലേ. ഇതാണ് സമരപ്പന്തൽ. ഇറങ്ങിയാളെ കുറെ നേരെ ഇതിനകത്ത് ചൊറിയാൻ തുടങ്ങിയിട്ട് മനുഷ്യന് സ്വസ്ഥതയും തരില്ല. രാവിലെ തന്നെ ഇറങ്ങിക്കളോ ഓരോന്ന് കുറ്റിയും പറിച്ചോണ്ട്. കള്ള എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അവിടുത്തെ പുറത്ത് പറഞ്ഞിട്ടാ. എന്നാലും എന്റെ കുഞ്ഞൻ എന്നോട് ഒരു സ്നേഹം ഇല്ലാതായി പോയല്ലോ. 4-5 ദിവസം കാണാതായപ്പോ എന്നെ വേണ്ടതായി. ഇവളെന്താ ഇവിടെ? അത് ശരി. അപ്പൊ അതാണ് കാര്യം. സൗകര്യത്തിന് മിണ്ടാനും പറയാനൊക്കെ ഇവിടെ ആളുണ്ടല്ലേ? അന്ന് പറയാൻ പറ്റില്ല. വന്ന സ്ഥിതിക്ക് ഈ ആഗ്രഹത്തിൽ നടക്കട്ടെ. എടി കെട്ടില്ലമ്മേ, നീ ആരാണെന്നാ നിന്റെ വിചാരം? എന്റെ കുഞ്ഞൻ കിടക്കുന്നതിന്റെ അടുത്ത് തന്നെ നിനക്ക് വന്ന് കിടക്കണം അല്ലോടി? അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എടി, അന്തസ്സുള്ള പെണ്ണുങ്ങൾ ആരെങ്കിലും ഈ നടുറോടി കട്ടിൽ വന്ന് കിടക്കൂടി? അപ്പൊ അത് ഉദ്ദേശം വേറെയാ. അത് കുഞ്ഞന്റെ അടുത്ത് കിടക്കൂല. മനുഷ്യൻ നാണം കെടുത്താൻ. അല്ലക്കേ ഇളകണ സീസണാ. വാ. ഓ, എന്റെ CP, ഒരു വിധത്തിലാണ് നാടാര ചാനലുകാരെ പറഞ്ഞു നോക്കിയത്. അവരെ ചീത്ത പറഞ്ഞ വകയിൽ ഒരു 10,000-ന്റെ ചെലവുണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഏത് വകയിൽ? അവരെ ചീത്ത പറഞ്ഞില്ലേ, ആ വകയില്. അവരൊന്നും ഒതുക്കണ്ടേ? സമ്പാദിച്ച അയച്ചേരാൻ എന്റെ അച്ഛൻ പരലോകത്താ. അവന് 2 ദിവസം കഴിഞ്ഞാൽ നിരാഹാരമായിട്ട് കിടക്കണമെന്നില്ല, പട്ടിണിയായിട്ട് തന്നെ കിടക്കാനുള്ള കാശൊക്കെ തീർന്നു. CP, അതിനിടക്ക് ആ തള്ളയും വന്ന് വലിഞ്ഞു കയറി. നീ അവരെ എവിടെ കൊണ്ട് കളഞ്ഞു? അവരെ ഞാൻ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ടുണ്ട്. അവര് പൊക്കോളൂ. എന്നെ കൊണ്ടുപോയി ബസ് കിട്ടിയില്ലായിരിക്കും. ബസ് കിട്ടാനിട്ടൊന്നും അല്ല. പിന്നെ എന്റെ പോവാത്തെ? വെറുതെ എനിക്ക് അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? തിരിച്ച് സമരപ്പന്തൽ ചെന്നപ്പോ അവിടെ ആരും ഇല്ല. ആ കൊച്ചാ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. യാത് വെച്ച്
ആ തമ്പിയെ പേടിച്ച് നമ്മൾ പിന്മാറരുത്. നടന്നത് തന്നെ. ഇപ്പൊ തന്നെ 4-5 പിരിവ് കഴിഞ്ഞിരിക്കുക. ഇനി ഇതിന്റെ പേരിൽ കൈ നീട്ടി ചെന്ന നാട്ടുകാർ കൈ പിടിച്ച് പിരിക്കും. ഇതൊന്നുമില്ലാതെ സംഗതി നടക്കും. പക്ഷെ CP വിചാരിക്കണം, വരുന്നൊരു 4 മാസം റിസീവർ ചെലവിനിരുന്ന കാശിന്ന് പകുതി നമ്മൾ പ്രതിമാ നിർമ്മാണ ഫണ്ടിലേക്ക് ഇടുന്നു. ആ മാസങ്ങളിൽ CP ഒന്ന് മുണ്ടുപുറുക്കി എടുത്താൽ മതി. അത് ഞാനും. എന്ത് ജാനു അമ്മ? എല്ലാത്തിനും വലുത് അച്ഛനല്ലേ CP? അച്ഛന്റെ സന്തോഷത്തിന് വേണ്ടി CP ഞാനും. ഞാനില്ല, CP മാത്രം. മുണ്ടല്ല എന്ത് മുറുക്കി കൊടുക്കും. അങ്ങനെ 2 മാസത്തോളം CP 3 നേരം കഞ്ഞി മാത്രം കുടിച്ചു. ദേഷ്യം വന്നപ്പോൾ കയ്യിലിരുന്ന മുളകും കടിച്ചു. ഈ സ്കൂളിൽ ജോലി കയറിയ ശ്യാമളയെ 1.5 കൊല്ലത്തിന് ശേഷം യാതൊരു കാരണവുമില്ലാതെ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. ശ്യാമളയ്ക്ക് പകരം തമ്പി തന്റെ ഇഷ്ടക്കാരിയെ ആ സ്ഥാനത്തേക്ക് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അകാരണമായി പിരിച്ചുവിട്ട ശ്യാമളയെ സ്കൂൾ മാനേജ്മെന്റ് തിരിച്ചെടുക്കുന്നതുവരെ ഈ സമരം തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവളാണ് ആ സമരക്കാരി. അവളുടെ ജാട കണ്ടില്ലേ? ഞാൻ പോയി 4 വർത്തമാനം പറയട്ടെ. വേണ്ട രംഗമണി, അതാ നമ്പീശ മാഷിന്റെ മോളാ. അതുകൊണ്ടെന്താ എനിക്കാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാശ് നമ്മുടേതാ. സംഗതി പ്രശ്നമായ കൊടുത്ത 5 ലക്ഷം രൂപ പോയി കിട്ടും. ഇങ്ങോട്ട് വാ, കേറി പോ. സമരം എന്റെ വല്ല സഹായവും വേണമെങ്കിൽ പറയണം. നാരങ്ങ വെള്ളമോ സർബത്തോ ചൂടല്ലേ, ലേശം സംഭാരായാലോ ബേഷാവും. നടക്ക CP നാണം പോലെ. ഇത് വേണമുണ്ട്. പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വല്ലായ്മ. ശത്രുവിന്റെ ശത്രു മിത്രമാണ്. കഴിഞ്ഞൊക്കെ CP മറന്നില്ലേ? അതുപോലെ അവരും മറന്നിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് മാദേവി കൊണ്ട് ആവശ്യമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. 2 മിനിറ്റ്. എന്താ CP അത് മനസ്സിലായി. തിരോധാനം CBI അന്വേഷിക്കുക. എന്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പ എവിടെ? മക്കളെ വിളിക്കണോ മുദ്രാവാക്യോ? എനിക്ക് വയ്യ, എനിക്ക് വിശക്കണം. ഹലോ ദാ ഒരു 10 മിനിറ്റ് മെച്ചിനൊപ്പം മുദ്രാവാക്യം വിളിച്ചാൽ മതി. അങ്ങനെ വിളിച്ചാൽ പള്ളച്ചും ബിസ്ക്കറ്റും പാൽവെള്ളവും വെച്ച് വാങ്ങിത്തരാം. വിളിക്കും. സർക്കാർ നീതി പാലിക്കുക. കാലത്തേക്കടുത്ത് കീറണ്ട. ഇവിടെ ചാനലുകാരും പത്രക്കാരൊന്നും ഇല്ലല്ലോ. പിന്നെ ആരൊക്കെ നിന്റെ ഈ ഓരിയിടില്ലേ? പുതിയ സമരക്കാർ വന്ന് നിങ്ങൾ അറിഞ്ഞില്ല? പത്രക്കാരും ചാനലുകാരും ഒക്കെ ഒപ്പം വരും. നമ്മളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഓലൊക്കെ ആലോചിക്കുന്ന അന്നപ്പോളാ. മാധ്യമക്കാർക്ക് വലിയ താല്പര്യമുള്ള സമരമൊന്നും അല്ലാതെ ഗ്ലാമറിന്റെ മന്ത്രിമാരും സിനിമാക്കാരും ആരും ഇല്ലല്ലോ. പുതിയ അയൽക്കാരൊക്കെ എത്തിയല്ലേ വാസമുള്ള. അല്ലല്ല, നീ എന്റെ പെരക്കകത്ത് കയറാൻ തുടങ്ങിയ. ഇറങ്ങടാ അങ്ങോട്ട്, ഇറങ്ങി പോടാ. വല്ലതും കഴിച്ചിരുന്നോ? എനിക്ക് വേണ്ട. പഴവങ്ങാടി ഗണപതിയുടെ പ്രസാദമാ, അല്ലാതെ എനിക്ക് തെണ്ടി കിട്ടിയതൊന്നും അല്ല. വേണമെങ്കിൽ കഴിക്കാം. എനിക്ക് എന്തായാലും വേണം, ഞാൻ മേടിച്ച് കഴിച്ചോളാം. എനിക്ക് തലയുടെ ഔദാര്യമൊന്നും വേണ്ട. ഓ, പട്ടിണി കിടക്കുമല്ലയോ, ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചപ്പം അതും കുറ്റം. വേണ്ട, 10-20 കൊല്ലമായില്ലേ ഈ കിടപ്പ്. ഇനിയിപ്പൊ കുഴിയിലേക്ക് എടുക്കുമ്പോ പെൻഷൻ ശരിയായ തന്തേനെ നോക്കാത്ത മക്കൾ അതിനു വേണ്ടി കടിപിടി കൂടും. അത് തന്നെ വീതി. കോൺസ്റ്റബിൾ ഹമീദിന്റെ തിരോധാനം CBI അന്വേഷിക്കുക. എന്റെ കുഞ്ഞുങ്ങളുടെ ഉപ്പ എവിടെ? നീ കിടന്നിങ്ങനെ കോൺസ്റ്റബിൾ ഹമീദിന്റെ തിരോധാനം CBI അന്വേഷിക്കുക. ഇതിലൊക്കെ എന്റെ വേർപ്പുണ്ട്. അതിന്റെ വില എനിക്ക് കിട്ടണം. ഒരു പിടിമലിയില്ലാതെ ഒഴിവാവുന്നത് എല്ലാവർക്കും നല്ലത്. അങ്ങനെ ഇപ്പൊ കളിച്ച് ജയിച്ചിട്ട് ഒളിമ്പിക്സിന് പോകണം. തോറ്റൊന്ന് സമ്മതിക്കണം. ആര് തോറ്റു? പറ, ആര് തോറ്റു? തോറ്റു തന്നു. തോറ്റു മാത്രമല്ല, തോറ്റു തൊപ്പിപ്പാളിട്ടു. ഞാൻ തോക്കുകയും ചെയ്യും, ജയിക്കുകയും ചെയ്യും. അതെന്റെ സൗകര്യം. ആണുങ്ങളായാലേ ഇത്തിരി ചുണയും എടുക്കുകയൊക്കെ വേണം. അതില്ലാത്തത് കൊണ്ടാ ചെലവുമാര് കയറി ആവശ്യമില്ലാത്തൊക്കെ മേയുന്നത്. നിങ്ങൾക്ക് എന്റെ ചുണയും എടുക്കും കാണുമല്ലോ. ഞാൻ കാണിച്ചുതരാം. CP ആരാണ് ഇപ്പൊ കാണിച്ചുതരാം. കുറെ കാലം ഞാൻ ഇവരോട് സഹിച്ച് ജീവിക്കാൻ തുടങ്ങി. കുറച്ചെങ്കിലും നന്ദി വേണ്ടേ? ഓട്ടം വിചാരിക്കുന്നവരും തള്ള തലേ കയറി നിരങ്ങ. എനിക്കത് കിട്ടണം. ഇത്രയും കാലം ഒക്കെ സഹിച്ച് ജീവിച്ചതിന് എനിക്കത് തന്നെ കിട്ടണം. അപ്പൊ അതാണ് കാര്യം. ഇഷ്ടമില്ലെങ്കിൽ എന്നെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്. പക്ഷെ എനിക്ക് എന്റെ അവകാശം അധികാരം ഒക്കെ കിട്ടണം. ഏത് വകയിലാണ് നിങ്ങൾക്ക് ഞാൻ അവകാശം തരുന്നത്? എനിക്ക് നേരത്തിന് കല്യാണം കഴിക്കാൻ പറ്റില്ല, പെറാൻ പറ്റില്ല. ഇതിനൊക്കെയുള്ള നഷ്ടപരിഹാരം എനിക്ക് കിട്ടണം. കല്യാണത്തിന് പേര് നോക്കി ഇനിയും സമയമുണ്ടല്ലോ ജാനുവമ്മേ. ജാനുവമ്മ വിഷമിക്കാതിരിക്കേ, ഞങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നിങ്ങളിവിടെ ക്യാരംസം കളിച്ച് വഴക്കടിച്ചിരിക്കും. തമ്പി കവലയിലെ കെട്ടിടം പൊളിക്കാൻ പോവുക. അതോടെ ഞങ്ങളൊരു വഴിക്കാവും. CP ശരിക്കും പോക്കാൻ പോണതപ്പോഴാ. ആര് കെട്ടിടം പൊളിക്കും? തമ്പിയോ? അതൊന്നും നടക്കാൻ പോകുന്നില്ല. പൊളിക്കാൻ തന്നെ അയാളുടെ പ്ലാൻ. എന്തെങ്കിലും തിരികെ കാണിച്ച് അയാളത് ചെയ്യും. കെട്ടിടം പൊളിച്ച CPക്ക് ക്ഷീണമാ. കേട്ടല്ലോ, അവൻ അധികാരം കാണിക്കുന്നത് കേട്ടല്ലോ.